2 ദിവസം കഴിയുമ്പോൾ സോണിയയുടെ കല്യാണമാണ്. അത് ആലോചിച്ച് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ചേച്ചി, എനിക്ക് ഭയങ്കര പേടിയാവുന്നു. കല്യാണം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ഇതെല്ലാം നോക്കുന്നേ? ചേച്ചിയൊക്കെ എന്ത് എളുപ്പത്തിലാ ഇതെല്ലാം നോക്കുന്നേ? സോണിയ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നീ ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിയുമ്പോ എല്ലാം അങ്ങ് ശരിയാവുന്നേ. ഇതൊക്കെ ശരിയാകുന്നേ. ഞാനാണെങ്കിൽ എളുപ്പത്തിലാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നേ. കാരണം നിങ്ങളൊക്കെ നല്ലവരല്ലേ. നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലാകുന്നുണ്ട്. എല്ലാരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്കറിയാവുന്നത് എന്താന്ന് വെച്ചാ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നല്ലവരാണ്. പിന്നെ നിന്റെ ആലോക്ജിയുടെ നേച്ചറും നല്ലതാണ്. നീയും അവരുടെയൊക്കെ മനസ്സിൽ നല്ലൊരു ഇടം നേടുകയും ചെയ്യും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്റെ തങ്കക്കുടമേ, എന്ത് പെട്ടെന്നാ നീ വലുതായേ. ഇന്നലെ നടന്ന പോലെ. മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടി നടന്ന കൊച്ച. ചിലപ്പോ ഇവിടെ ഒളിച്ചിരിക്കും, ചിലപ്പോ അവിടെ ഒളിച്ചിരിക്കും. എന്റെ മോൾ ഇത്രയും വലുതായത് എനിക്ക് അറിയാൻ പോലും പറ്റിയില്ല. നാളെ എന്റെ മോള് ഭർത്താവിന്റെ വീട്ടിൽ പോവുകയാ. അമ്മയുടെ കണ്ണീന്ന് കണ്ണീര് വന്നാ എനിക്കും കരയാൻ വരും. എന്റെ പൊന്നു മോളെ, ഇത് ആനന്ദ കണ്ണീരാ. ഞാൻ കരയുന്നില്ല. നോക്ക്, ഞാൻ കരയുന്നില്ല. എന്റെ പൊന്നനിയത്തി, ഒന്ന് പോയി ഉറങ്ങ. നീ ബന്ധുക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ പൂജാരി വരും. നാളെ രാവിലത്തെ പൂജയൊക്കെ നടത്താനുള്ളതല്ലേ? അതെ സോണിയ, ചേട്ടത്തിയുടെ കൂടെ ഉറങ്ങിക്കോ. ശരി അമ്മ, ഞാൻ ചേട്ടത്തിയുടെ കൂടെ കിടന്നോളാം. അടുത്ത ദിവസം രാവിലെ സോണിയ അടിപൊളിയായി കല്യാണം നടത്തി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. സോണിയ ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ സോണിയയുടെ അമ്മായിയമ്മയ്ക്കും അനിയത്തേക്കും അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ അനിയത്തി വന്ന് വാതിൽ കൊട്ടാൻ തുടങ്ങും. സോണിയ ചേട്ടത്തി, പെട്ടെന്ന് എണീക്ക്, രാവിലെയായി, അമ്മ വിളിക്കുന്നു പൂജയ്ക്ക്. ഇപ്പൊ രാവിലെ 5 മണി ആയതല്ലേ ഉള്ളൂ, ഇത്രയും പെട്ടെന്നോ? ഞാൻ മേഘയോട് പറയാം. ഇല്ല വിട്ടേരെ ആലോക്, ഇഷ്ടപ്പെടില്ല. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാ അത് വേണ്ട, ഞാൻ എണീറ്റോളാം. സോണിയ വാതിൽ തുറക്കും. മേഘ, ഞാൻ കുളിച്ചിട്ടൊക്കെ താഴത്തോട്ട് വരാട്ടോ. പെട്ടെന്നാവട്ടെ, അമ്മയ്ക്ക് വൈകി വരുന്നത് ഇഷ്ടമല്ല. സോണിയ കുളിച്ചൊക്കെ വൃത്തിയായി പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് പോയിരിക്കും. മോളെ, രാവിലെ 4 മണിക്ക് നീ എണീക്കണം. രാവിലെ 5 മണിക്ക് എനിക്ക് പൂജ നടത്തണം. നിന്റെ ആദ്യത്തെ ദിവസമല്ലേ ഇവിടെ, അതുകൊണ്ടാ മേഘയോട് പറഞ്ഞ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല മോളെ. ഇനി മുതൽ നീയും എന്റെ കൂടെ പൂജ ചെയ്യണം. അമ്മ, ഞാൻ ഉറങ്ങിക്കോട്ടെ. ചേട്ടത്തി വന്നില്ലേ അമ്മ? മോള് പോയി കിടന്നോ, നിന്നെ ഉറക്കത്തിന്ന് എണീപ്പിച്ചു. എന്റെ കുഞ്ഞ്, കോളേജിലും പോവണ്ടേ? ചെല്ല് പോയി നല്ലായിട്ട് ഉറങ്ങ്. ഞാൻ 8 മണിക്ക് നിന്നെ എണീപ്പിക്കാം. സോണിയ അമ്മയുടെ കൂടെ പൂജ ചെയ്യും. അമ്മായിയമ്മ രാവിലെ സമൂസ ഉണ്ടാക്കാൻ അവളോട് പറയും. സോണിയ നന്നായി പാചകം ചെയ്യും. അവൾ അമ്മയുടെ അടുത്തുനിന്നും ചേട്ടത്തിയുടെ അടുത്തുനിന്നും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. മോളെ, സമൂസയില് ഭയങ്കര എരിവ് കൂടിപ്പോയി, എണ്ണയും കൂടിയിരിക്കണു. കർമുറാന്നിരിക്കുന്നില്ല. തീ കുറച്ചിട്ടാ മതി, കർമുറാന്ന് എടുക്കാൻ പറ്റും. എന്തേലും ആവട്ടെ, ഇനിയിപ്പോ പതുക്കെ ഇവിടത്തെ എങ്ങനെയാണെന്നൊക്കെ നിനക്ക് മനസ്സിലായി തുടങ്ങുമല്ലോ. അമ്മ, ഞാൻ ലേറ്റ് ആയി പോയി, ഞാൻ കോളേജിൽ പോവാണേ. ശരി മോളെ, കറക്റ്റ് സമയത്ത് വരണേ. അമ്മ, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ പോയിട്ട് വരുമ്പോ ലേറ്റ് ആയി പോവും. ശരി, ഞാൻ മറന്നുപോയി. നീ ഫോൺ ചെയ്തേക്കണം കേട്ടോ. മേഘ കോളേജിലേക്ക് പോകും. സോണിയ പാത്രമൊക്കെ അടുക്കളയിൽ വെച്ച് റൂമിലേക്ക് പോകും. സോണിയ, എനിക്ക് മനസ്സിലായി സമൂസ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന്. നീ അതുണ്ടാക്കി ആരെയും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയും മേഘയും പതുക്കെ നിന്നോട് അഡ്ജസ്റ്റ് ആയിക്കോളും. അവരുടെ സ്വഭാവം അറിയില്ലേ. അത് കുഴപ്പമില്ല ആലോക്, ഞാനും പതുക്കെയല്ലേ എല്ലാവരുടെ സ്വഭാവം അറിഞ്ഞു വരുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പതുക്കെ ഞാൻ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കി എന്നെയും അവർക്ക് മനസ്സിലാകുമെന്ന്. പക്ഷെ സോണിയ എത്രയും പരിശ്രമിച്ചിട്ടും ആ പരിശ്രമം അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല അവരുടെ മുമ്പിൽ. കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു. അവൾ എപ്പോഴൊക്കെയോ ആലോകിന്റെ അടുത്ത് കറങ്ങുന്ന കാര്യം പറയും. അപ്പൊ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ ഹണിമൂൺ തകർക്കും. സോണിയ അതൊന്നും വലിയ കാര്യമായിട്ടെടുത്തില്ല. എന്നിട്ടും അവൾ എല്ലാവരെയും ബഹുമാനിക്കുകയും നന്നായി നോക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്തു. ഒരു മരുമകളിലെ എന്തൊക്കെ ഗുണങ്ങൾ വേണോ അതെല്ലാം സോണിയക്കുണ്ടായിരുന്നു. അവൾ നല്ല ഒരു മരുമകളാന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമത്തിലായിരുന്നു. പക്ഷെ ഒരു ദിവസം സോണിയ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ചെറുക്കനുമായിട്ട് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് ഇച്ചിരി സോണിയ ചിരിച്ചുപോയി. കോളേജിൽ നിന്നും വിട്ടുവന്ന മേഘ സോണിയ സംസാരിക്കുന്നതായിട്ട് കാണും. അപ്പൊ തന്നെ അവൾ ആ കാര്യം അമ്മോട് പോയി പറഞ്ഞു. അമ്മ, ഈ ചേട്ടത്തിക്ക് ഒരു നാണവും ഇല്ലെന്ന് തോന്നുന്നു. അയൽപക്കത്ത് താമസിക്കുന്ന രഘു ഇല്ലേ, അവനോട് ചിരിച്ചോണ്ടാണ് സംസാരിച്ചത്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ രഘുവിന്റെ സ്വഭാവമൊക്കെ? ഈ സൊസൈറ്റിയുടെ ഏറ്റവും വൃത്തികെട്ടവനാണത്. എന്താ, രഘുവിനോട് സംസാരിക്കുന്നോള്?
ഞാൻ അവളോട് ചോദിക്കട്ടെ പോയി. സോണിയ അപ്പോഴത്തേക്കും മേഘ പറഞ്ഞ കാര്യമൊക്കെ കേട്ടിരുന്നു. സോണിയയുടെ ക്ഷമ അങ്ങ് അറ്റത്തിലെത്തി. എന്താ മരുമോളേത്? നമ്മുടെ കുടുംബത്തിന് ചേർന്ന പണിയൊന്നും അല്ലല്ലോ നീ ഇപ്പൊ ഈ ചെയ്യുന്നത്. അന്യപുരുഷന്റെ അടുത്ത് ചിരിച്ചും കളിച്ചാണോ സംസാരിക്കുന്നത്? സൊസൈറ്റിയിൽ എന്ത് നാണക്കേടാവൂന്ന് അറിയാവോ? ഇത്തിരിയൊക്കെ മനസ്സിലാക്ക്. നീ വീട്ടിലെ പുതിയ മരുമകളാ. മതി അമ്മ, നിർത്തത്. എന്നെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അല്ല, അപ്പുറത്ത് താമസിക്കുന്ന രഘുവിനോട് ഇത്തിരി നേരം ഞാനൊന്ന് സംസാരിച്ചതിന് എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്കറിയാമോ ഈ രഘു ആരാണെന്ന്? എന്റെ സ്കൂളിൽ പണ്ട് പഠിച്ചതാ എന്റെ കൂടെ. എന്റെ കൂട്ടുകാരിയുടെ ബോയ്ഫ്രണ്ടാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്വേതയുടെ. പണ്ടത്തെ എന്തോ കാര്യം പറഞ്ഞാ ഞങ്ങൾ ചിരിച്ചത്. ഞാനെന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഞാനിവിടെ താമസിക്കുന്നില്ല ഇനി. ഞാൻ എന്റെ അമ്മയുടെ അടുത്തോട്ട് പോവുക. ആലോക് വരുമ്പോ ഒന്ന് പറഞ്ഞാ മതി. സോനിയ ദേഷ്യത്തിൽ അവളുടെ പേഴ്സ് എടുത്ത് നേരെ അവളുടെ വീട്ടിലോട്ട് വരും. അമ്മായിയമ്മയ്ക്കും മേഘയ്ക്കും ടെൻഷനായി. ആലോക് വരുമ്പോ എന്തു പറയുമെന്ന് ആലോചിച്ച്. ഒരു കാരണമില്ലാതെ സോണിയ ഇറങ്ങിപ്പോയതിന് അവരിനി എന്തു പറയുമെന്ന്. അപ്പുറത്ത് സോണിയ അമ്മയോടും ചേച്ചിയോടും എല്ലാ വിഷമങ്ങളും പറയും. ചേച്ചിയെ പോലെ ഞാൻ ആ വീട്ടിൽ പോയി ഒരു സ്ഥാനം പിടിക്കാൻ നോക്കി. പക്ഷെ അവിടെ അമ്മയും മേഘയും എന്നെ നല്ല രീതിയിൽ അപമാനിച്ചു. എന്റെ ചരിത്രത്തിനെ ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ വീട്ടിൽ താമസിക്കണമെന്ന്? ഇനി ഞാൻ തിരിച്ചു പോകണോ? സോണിയ, എന്റെ പൊന്നു മോളെ, കരയല്ലേ. ഞാൻ ആലോകിനോട് സംസാരിക്കാം. ഞാനും നിന്റെ ചേട്ടനും കൂടെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോകാം. മോള് കറക്റ്റാ പറയുന്നത്. നമ്മള് നമ്മുടെ മോളെയല്ലേ കൊടുത്തത് എന്നും പറഞ്ഞ് അപമാനിക്കാൻ പാടുണ്ടോ മോളെ? ഞാൻ എന്റെ മോളെ നല്ല രീതിയിലല്ലേ വളർത്തിയേക്കുന്നേ. എന്നിട്ട് അവരെന്റെ മോളെ ഇതുപോലെ ആക്ഷേപിക്കുകയാണോ? സോണിയ, നീ ഇനി അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയെല്ലാം സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയാ മതി. അവിടെ ആലോകിനും അമ്മയോടും അനിയത്തിയോടും ദേഷ്യം തോന്നും. നിനക്കറിയാമല്ലോ മേഘ, രഘു സോണിയയുടെ ബാല്യകാല സുഹൃത്താണ്. എന്തൊക്കെ തന്നെയായാലും അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ അവളെ എന്നേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നു. എനിക്ക് സോണിയയെ കഴിഞ്ഞ 3 വർഷമായിട്ട് അറിയാം. നിങ്ങൾ ചെയ്തതൊട്ടും ശരിയായില്ല. നിങ്ങൾ രണ്ടുപേരും അവളോട് മാപ്പ് പറയണം. സോണിയ എന്റെ ഭാര്യയാണ്. ആ മര്യാദ കൊടുക്കണം. ഈ വീടിന്റെ മരുമകളാണ്. മേഘ, അവൾ നിന്റെ ഇടത്തിയാണ്. നീയല്ലേ അവൾക്ക് മര്യാദ കൊടുക്കേണ്ടത്. വിവാഹശേഷം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ നിനക്ക് ആ വീട്ടിൽ പിന്നെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ സോണിയയുടെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കൂ. അവളും നിങ്ങളിൽ നിന്ന് സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവളോട് വേറൊരു രീതിയിലല്ലേ പെരുമാറുന്നത്. നീ ശരിയാ പറഞ്ഞത് മോനെ. അറിയാണ്ട് ഞങ്ങള് തെറ്റ് ചെയ്തു. സോറി ചേട്ടാ. ഞങ്ങൾ രണ്ടുപേരും ക്ഷമ ചോദിച്ചോളാം ചേച്ചിയോട്. വാ, നമുക്ക് പോയിട്ട് ചേച്ചിയെ വിളിച്ചോണ്ട് വരാം. മാപ്പ് ചോദിക്കാം നമുക്ക്. മേഘയും അമ്മായിയമ്മയും കൂടെ അവളെ വിളിക്കാൻ പോകും. അവിടെ ചെന്ന് മാപ്പും ചോദിക്കും. എല്ലാരും പറഞ്ഞതുകൊണ്ട് സോണിയ ക്ഷമിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ തന്നെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് അവൾ പോകുകയും ചെയ്യും. അത് തണുപ്പ് കാലമായിരുന്നു. കുന്നുകളിലെല്ലാം മഞ്ഞ് വീണിരുന്നു. തണുത്ത കാറ്റ് കാരണം ആരും വീടിന് വെളിയിൽ വരാനേ ഒരുങ്ങിയിരുന്നില്ല. ഗ്രാമവാസികൾ തണുപ്പിൽ വിറച്ചു. മുത്തശ്ശ, ഇത്തവണ നല്ല തണുപ്പുണ്ടല്ലോ. ദൈവം ഇങ്ങനെ മഞ്ഞ് പൊഴിച്ചാൽ ഇന്ത്യ മുഴുവനും മഞ്ഞാകും. നീ പറഞ്ഞത് ശരിയാണടാ. എന്നാൽ ഞങ്ങളുടെ മുതിർന്നവരുടെ കാര്യം കഷ്ടത്തിലാ. ഞങ്ങൾ ഈ തണുപ്പ് കാരണം എന്നും ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും വരൂ. മുകുന്ദ് മുത്തശ്ശന്റെ കടയിൽ പോയി ചൂട് കാഞ്ഞിരിക്കാം. അവിടെ നമുക്ക് സംസാരിച്ചിരിക്കാം. അവിടെയാവുമ്പോൾ തണുക്കുകയുമില്ല, നമുക്ക് തണുപ്പ് കാലം എൻജോയും ചെയ്യാം. അതാണ് ശരി. വാ, പോകാം. അവരെല്ലാം മുകുന്ദ് മുത്തച്ഛന്റെ കടയിൽ പോയി ചൂട് കായാൻ തുടങ്ങി. അന്ന് അവിടെ ഒരു വലിയ വീട്ടിൽ പുതുമണവാട്ടിയെ സ്വാഗതം ചെയ്യുകയായിരുന്നു. മുത്തശ്ശ, ഠാക്കൂർ സാറിന്റെ കുടുംബം എന്ത് വലുതാണ്. നമ്മുടെ ഗ്രാമത്തിലെ 3/4 ആൾക്കാരും ആ വീട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഗ്രാമത്തെ 2ആയി വിഭജിക്കാമെന്നാണ്. ഒരു കോണിൽ നമ്മൾ ജീവിക്കുന്നു, മറ്റൊരു കോൺ മുഴുവനും അവരുടെ കുടുംബമാണ്. എടാ, ഈ ഠാക്കൂർ സാർ കാരണം നമുക്ക് ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അത്രയും വലിയ കുടുംബം. ആരുടെയെങ്കിലും പിറന്നാൾ വന്നാൽ, കല്യാണം വന്നാൽ സദ്യ കിട്ടില്ലേ നമുക്ക്? ആ കുടുംബം ഗ്രാമത്തിൽ തന്നെ ധനികരും പാരമ്പര്യമുള്ള കുടുംബവുമായിരുന്നു. ആ വീടിന്റെ ഉടമസ്ഥൻ രൺവീർ സിംഗ് ഗ്രാമത്തിലെ പ്രധാനിയാണ്. കൊട്ടാരത്തിന്റെ വെളിയിൽ എനിക്ക് മനസ്സിലാവാത്തത് ഒരു കാര്യം മാത്രമാണ്. ആ വീട്ടിലൊരു പുതിയ മരുമകൾ വന്നാൽ അത്രയും ആൾക്കാരുടെ കൂടെ അവൾ എങ്ങനെ ജീവിക്കും? അവൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ? മുത്തശ്ശ, നിങ്ങളെന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? മരുമക്കളുടെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും. അത്രയും വലിയ കുടുംബമല്ലേ, അതിനൊക്കെ അവരുടെ കയ്യിൽ വഴി കാണും. രാധ നഗരത്തിൽ നിന്നും ഈ വലിയ കുടുംബത്തിൽ അംഗമാകാൻ വന്നതാണ്. എന്നാൽ അത് എളുപ്പമായിരുന്നില്ല. അവളുടെ 50 പെങ്ങന്മാർക്കും പല പല സ്വഭാവവും പെരുമാറ്റവും ഉള്ളവരായിരുന്നു. വരവേറ്റതൊക്കെ മതി.
നിങ്ങൾ 50 പേരും ഓരോരുത്തരായി സ്വാഗതം ചെയ്താൽ അവൾക്ക് അകത്ത് കയറാൻ പറ്റില്ല. ദൈവമേ, ഈ വീട് കണ്ടിട്ട് രാജാവിന്റെ മാളിക പോലുണ്ട്. ഇത്രയും വലിയ ലൈറ്റുകൾ, ഇത്രയും വലിയ ചുമരുകൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. വെളിയിൽ നല്ല മഞ്ഞുണ്ട്, എന്നാൽ വീടിനകത്ത് തണുപ്പില്ല. എന്തു പറ്റി ചേച്ചി? എന്താ ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത് ഈ 50 അനിയത്തിമാരെയും ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന്. അയ്യോ, തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. അയ്യോ ചേച്ചി, ഞങ്ങൾ നല്ലതായി തമാശ പറയും. അച്ഛന്റെ ഒരു കാര്യമേ, തമാശക്കാരനായിരുന്നു അല്ലേ? തമാശിച്ച് 50 മക്കൾക്ക് ജന്മം നൽകിയല്ലേ? അപ്പോൾ രാധയെ എല്ലാവരും തുറിച്ചു നോക്കാൻ തുടങ്ങി. നിങ്ങൾ എല്ലാവരും എന്താ തുറിച്ചു നോക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, വെറുതെ. നോക്കൂ രാധേ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് എളുപ്പമല്ല. ഇവിടെ ചിലവർക്ക് ഇഷ്ടമുള്ളത് ചിലവർക്ക് ഇഷ്ടമല്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സ് സന്തോഷിപ്പിച്ചാൽ ഈ വീട് നിനക്ക് സ്വർഗമാണ്. ഞാൻ പരമാവധി ശ്രമിക്കാം ചേച്ചി. നിങ്ങൾ 50 പേരും മോളെ സംസാരിച്ച് നിർത്തുവാണോ? വാ മോളെ, ആദ്യം വിശ്രമിക്ക്. ഒരുപാട് ചടങ്ങുകളുണ്ട്. രാധ അവളുടെ മുറിയിൽ പോയി വിശ്രമിച്ചു. ആദ്യ രാത്രിയുടെ അടുത്ത ദിവസം അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ മൂത്ത സഹോദരി ഗീത പറഞ്ഞു, നേരത്തെ എഴുന്നേറ്റത് നന്നായി. എനിക്ക് ദിവസവും രാവിലെ ബ്ലാക്ക് ടീ കുടിക്കണം. ശരി ചേച്ചി, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചായ കൊണ്ടുവരാം. രാധ ഗീതയ്ക്ക് വേണ്ടി ചായ ഉണ്ടാക്കി. അവൾ ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ തന്നെ അവളുടെ വേറെ അനിയത്തി അടുത്തേക്ക് വന്നു. ചേച്ചി, ഞാൻ കുളിക്കാൻ പോകുക. വേഗം എന്റെ മുറിയിൽ പോയി തുണി പ്രസ് ചെയ്തു വെക്കൂ. ഞാൻ പോട്ടെ. ശരി, കുളിക്ക്. ഞാൻ നിന്റെ തുണി പ്രസ് ചെയ്ത് വെക്കാം. രാധ തുണിയെല്ലാം പ്രസ് ചെയ്തു വെച്ചപ്പോൾ മൂന്നാമത്തെ അനിയത്തി വന്നു. രാധ തനിച്ച് എല്ലാവരുടെ ആവശ്യം നിറവേറ്റി. മോളെ, ഇവരുടെ എല്ലാം ജോലി കഴിഞ്ഞെങ്കിൽ എന്റെ തുണി ടെറസിൽ കിടപ്പുണ്ട്, എടുത്തുകൊണ്ടുവാ. കൊണ്ടുവരാം അമ്മേ. ഇങ്ങനെ ഏതെങ്കിലും സഹോദരിമാർ രാവിലെ എഴുന്നേറ്റ് ചായ ചോദിക്കും, തുണികളെല്ലാം പ്രസ് ചെയ്തു വയ്ക്കാൻ പറയും. ചിലർ അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറയും. എന്നാൽ മറ്റു ചില സഹോദരിമാർ മനഃപൂർവ്വം അവളെ ബുദ്ധിമുട്ടിക്കാൻ എന്തെങ്കിലും പണി കൊടുത്തുകൊണ്ടേയിരിക്കും. ചേച്ചി പറ, പയ്യനാണോ മോളാണോ? ആദ്യം പെൺകുട്ടി തന്നെ ആകട്ടെ, കാരണം പെൺകുട്ടിയില്ലാതെ ആൺകുട്ടിയില്ലല്ലോ. അപ്പോൾ അമ്മായിയമ്മ വന്നു. പാതി രാത്രിയായി, അവളെ ഉറങ്ങാൻ പോലും വിടില്ലേ? പോയി ഉറങ്ങുമോളെ, രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ. അങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ രാധ അത് വകവച്ചില്ല. പതുക്കെ പതുക്കെ അനിയത്തിമാരുടെ സ്വഭാവം മാറാനും തുടങ്ങി. ഒരിക്കൽ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയായിരുന്നു. ഇത്തവണ കടുത്ത പേമാരിക്ക് സാധ്യതയുണ്ട്. വീടിന് പുറത്തിറങ്ങരുതെന്ന് ഗ്രാമജനങ്ങൾക്ക് നിർദ്ദേശം. നോക്കൂ, കാറ്റും തണുപ്പും കൂടി വരുന്നു. എല്ലാ സ്കൂളും അടച്ചിട്ടിരിക്കുന്നു. ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. വലിയ പേമാരി വരാനുള്ള സാധ്യതയുണ്ട്. ഗ്രാമത്തിലൊരാൾ അറിയിക്കാനും വന്നു. എല്ലാവരും കേട്ടുനിന്നു. ഠാകൂറിന്റെ കുടുംബവും ഈ കൊടുങ്കാറ്റിനെ എതിർക്കാൻ ഒരുങ്ങി. വീടിന്റെ വാതിലും ജനലും മുറുക്കെ അടച്ചും വച്ചു. എന്നാൽ പേമാരി എത്ര ഭയങ്കരമെന്നാൽ ഗ്രാമത്തെ തന്നെ വെള്ളത്തിലാഴ്ത്തി. അയാൾ എപ്പോൾ വന്ന് കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് പോയോ? അപ്പോൾ മുതൽ പേമാരി തുടങ്ങി. റോഡിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ദൈവം എന്തെങ്കിലും ഒരു വഴി രക്ഷപ്പെടാൻ കാണിക്കും. പേമാരിയുടെ മൂന്നാമത്തെ ദിവസം ഗ്രാമത്തിലെ കുന്നിൽ നിന്നും ഒരു വലിയ ശബ്ദം വന്നു. അവിടെ ഒരു വലിയ പാറ ഉരുണ്ട് ഗ്രാമത്തിന്റെ നടുക്ക് വന്നു വീണു. ഒരാൾ ഠാകൂറിന്റെ വീട്ടിലേക്ക് വന്നു. ഠാക്കൂർ സാർ, ഇത്തവണ തോന്നുന്നത് നമ്മുടെ ഗ്രാമം രക്ഷപ്പെടില്ലെന്നാ. പാറകളൊക്കെ പൊട്ടി ഗ്രാമത്തിൽ വീഴുന്നു. ഒരു വലിയ പാറ നമ്മുടെ പകുതി ഗ്രാമം തന്നെ നശിപ്പിച്ചു. ഈ വാർത്ത എപ്പോൾ ഠാകൂറിന്റെ ചെവിയിലെത്തിയോ ആ വീട്ടിലും പേടിയായി. കുടുംബത്തിലുള്ള എല്ലാവരും പേടിച്ചു. എന്നാൽ രാധയ്ക്ക് ധൈര്യമുണ്ടായിരുന്നു. അവൾ അനിയത്തിമാരെയെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, നമുക്കെന്തെങ്കിലും ചെയ്യണം. ഈ ഗ്രാമത്തെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് രക്ഷിക്കണം. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. രാധയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറയാം. രാധ അനിയത്തിമാരോടെല്ലാം പറഞ്ഞുകൊടുത്തു. രാധ തന്റെ 50 അനിയത്തിമാരെയും കൂട്ടി ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്തു. അവർ ഓരോരുത്തരെ ജീവനോടെ രക്ഷപ്പെടുത്താനും തുടങ്ങി. അവർ ഗ്രാമജനങ്ങളുടെ ജീവൻ രക്ഷിച്ചു. അതിലൂടെ അവർ അന്ന് പഠിച്ചു ബുദ്ധിമുട്ടിലുള്ളവരെ എന്നും സഹായിക്കണമെന്ന്. മോളെ, നിങ്ങളെല്ലാവരും ഇന്ന് തെളിയിച്ചു കാണിച്ചു. നിങ്ങളെല്ലാവരും വലിയ ആൾക്കാരാണെന്ന്. ആ പേമാരി മാറിയപ്പോൾ ഗ്രാമജനങ്ങളെല്ലാവരും ഠാക്കൂറിന്റെ കുടുംബത്തെ പ്രശംസിച്ചു. രാധ തന്റെ ബുദ്ധിയും പെങ്ങൾമാരുടെ സഹായവും കൊണ്ട് ഇതെല്ലാം ചെയ്ത് രാധ തെളിയിച്ചു. അസാധ്യമായ കാര്യം ഒന്നുമില്ല എന്ന്. ഈ സംഭവത്തിനു ശേഷം
രാധയുടെ പേര് ആ ഗ്രാമത്തിൽ എല്ലായിടത്തും ഫേമസായി. Thanks for watching.